പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനാൽ ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ മാധുര്യം, ദൈവവചനത്തിന്റെ ശ്രേഷ്ഠത ശരിയായ നിലയിൽ ദൈവവചനത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരിക്കലും ഒരു മതഗ്രന്ഥമല്ല. ശരിയായ നിലയിൽ ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഒരു മതഗ്രന്ഥമല്ല. ഓരോ മനുഷ്യനും, ദൈവസൃഷ്ടിയായ ഓരോ മനുഷ്യനും ദൈവത്താൽ എങ്ങനെ ആയിരുന്നു, എങ്ങനെയാണ്, എങ്ങനെ ആയിത്തീരും, ഇതൊക്കെ വളരെ വ്യക്തമായി പറയുന്നതാണ് വചനത്തിൽ. എന്നാൽ അത് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ പരിമിതികൾ അനുസരിച്ചാണ്, അതിൻ്റെ മനസ്സിലാക്കലിൻ്റെ പരിമിതികൾ അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിന്റെ ജയവും പരാജയവും ഇരിക്കുന്നത്. പക്ഷെ ഈ വചനം, ദൈവവചനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോ ആരെങ്കിലും ഒരു പ്രത്യേക വ്യക്തിക്കോ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നല്ലിത്. കർത്താവിൽ വിശ്വസിക്കുന്ന സകലർക്കും വേണ്ടിയുള്ളത്. അതായത് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: ആകയാൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. അതായത് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നത് പ്രോസ്പെറിറ്റിയെ കുറിച്ച്, പ്രോസ്പെറിറ്റി ആൻഡ് പ്രൊവിഷനെ കുറിച്ച്. നമുക്ക് പ്രൊവിഷൻ, നമുക്കതിന് 2 വാക്കുകൾ ഉപയോഗിക്കാൻ സാധിക്കും: സോഴ്സ് ആൻഡ് റിസോഴ്സസ്. അതായത് നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തന്നിട്ടുള്ള, ജീവിക്കാനായിട്ട് നമുക്ക് തന്നിട്ടുള്ള എല്ലാം തന്നെ റിസോഴ്സസ്. പക്ഷെ യഥാർത്ഥ സോഴ്സ്, യഥാർത്ഥ ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ്, നമ്മുടെ കർത്താവ്. ആ ഉറവിടം, കർത്താവായ ഉറവിടം, കർത്താവ് നമ്മുടെ ഉറവിടം ആയതുകൊണ്ടാണ് ബാക്കി എല്ലാ റിസോഴ്സസും നമ്മളെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ മൂല കാരണം, യഥാർത്ഥ കാരണം, അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് കർത്താവാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും ഇന്ന് പലയിടത്തും അതൊരു എന്താ പറയുക, പ്രയാസമുണ്ടാക്കുന്നൊരു കാര്യം. ഈ പ്രോസ്പെറിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആത്മീയമായിട്ടുള്ള ആളുകൾ പറയും അത് നമുക്കുള്ളതല്ല. പക്ഷെ ദൈവം ഒരു മനുഷ്യന്റെ പ്രോസ്പെറിറ്റി ആഗ്രഹിക്കുന്നവർ. അതായത് ദൈവവചനത്തില് ദൈവം ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷഫലവും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഭക്ഷിക്കാം, നിങ്ങൾക്ക് ഒരു തടസ്സങ്ങളുമില്ല, നിങ്ങൾക്ക് സകല ഭക്ഷണവും സകല ഫലങ്ങളും നിങ്ങൾക്ക് യഥേഷ്ടം സൗജന്യമായിട്ട് കഴിക്കും. കർത്താവ് അങ്ങനെ ഒരു അവസരം അവർക്ക് നൽകിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്: അവര് അതെല്ലാം ഭക്ഷിച്ചു, സന്തോഷമായിട്ട് ജീവിക്കും. പക്ഷെ കർത്താവ് ഒരു നിബന്ധന വെച്ചിരുന്നു. ഈ തോട്ടത്തിൽ ഒരു വൃക്ഷമുണ്ട്, നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം. അത് തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. അത് കർത്താവ് പറഞ്ഞിരുന്നൊരു കണ്ടീഷൻ. പക്ഷെ സംഭവിച്ച കാര്യം, ആദം ഹവ്വയും സാത്താന്റെ ഉപായത്തിൽപ്പെട്ട് അവര് ദൈവിക കൽപ്പന ലംഘിച്ച് നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം പറിച്ച് തിന്ന് അവരുടെ ജീവിതത്തിലെ ജീവിച്ചിരിക്കുവാൻ, അതായത് നിത്യമായി ജീവിക്കുവാൻ ഉണ്ടായിരുന്ന ഓപ്ഷൻ നഷ്ടപ്പെടുത്തിയിട്ട് മരണത്തിന് കീഴ്പ്പെട്ടു. അപ്പൊ അവിടെ അങ്ങനെ മരണത്തിന് മരിച്ചു എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചേക്കാം അവര് ശാരീരികമായിട്ട് മരിച്ചില്ലല്ലോ. അപ്പൊ മരണം എന്ന് പറയുന്നതിനെ കുറിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മരണം എന്ന് പറയുന്നത് ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെടുന്നതല്ല യഥാർത്ഥം. ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെടുന്നതല്ല യഥാർത്ഥം. യഥാർത്ഥ മരണം നമ്മുടെ സോളിൽ നിന്ന് സ്പിരിറ്റ് സെപ്പറേറ്റ് ആകുന്നതാണ് ഡെത്ത്. അതായത് നമ്മുടെ മനസ്സ്, നമ്മുടെ മനുഷ്യനിൽ നിന്ന് ദൈവാത്മാവും നമ്മുടെ സോളും സെപ്പറേറ്റ് ആകുന്നതാണ് ശരിക്കും ഡെത്ത്. അപ്പൊ അങ്ങനെ ആ മരണം അപ്പോൾ സംഭവിച്ചു. ആ പഴം പറിച്ച് തിന്നു എന്നുള്ളതല്ല, അനുസരണക്കേട് കാണിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് ആ ഒരു മരണം എന്ന് പറയുന്നതിനെ മനുഷ്യൻ ലോകത്തിലേക്ക് പ്രവേശിപ്പിച്ചു. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവം അവർക്ക് കൽപ്പനകളെ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും എന്ന് പറഞ്ഞു.
ഇപ്പൊ കൽപ്പനകളെ കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞ കാര്യം, ഇത് ചെയ്യുന്നവർ ഇതിനാൽ ജീവിക്കും. അപ്പം മനുഷ്യന് യഥാർത്ഥത്തിൽ ആവശ്യം ജീവനാണ്. അപ്പൊ ഇത് ചെയ്യുക, ജീവിക്കുക, സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അവർ ആ ഒരു ഓപ്ഷനിലേക്ക് അവർ മുന്നോട്ട് പോയി. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവർക്കത് ചെയ്ത് പൂർത്തീകരിക്കാനോ അങ്ങനെ ചെയ്ത് പൂർത്തീകരിച്ച് ജീവൻ പ്രാപിക്കാനോ ദൈവജനത്തിന് കഴിയാതെ പോയി. ദൈവ സൃഷ്ടിക്ക് ദൈവജനത്തിന് കഴിയാതെ. അപ്പൊ നമുക്ക് ദൈവജനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലും റോമാലേഖനം 7-ാം അധ്യായത്തിലും പറയുന്നത് ഇങ്ങനെയാണ്. 7-ാം അധ്യായം 10-ാം വാക്യം, അതുപോലെ തന്നെ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം, അവിടെ എല്ലാം കാണുന്നത് ഇങ്ങനെയാണ്. ജീവനായി നൽകിയ പ്രമാണം, ജീവിപ്പിപ്പാൻ കഴിയുന്ന പ്രമാണം. അപ്പൊ പ്രമാണം ജീവിപ്പിപ്പാൻ കഴിയുന്നതായിരുന്നുവെങ്കിൽ ജീവിച്ചേനെ. അതായത് ജീവനായി നൽകിയ പ്രമാണം എനിക്ക് മരണഹേതുവായി തീർന്നു പൗലോസ്. അപ്പൊ അവിടെ കൽപ്പന നൽകിയ ഉദ്ദേശം ജീവിക്കാൻ, ജീവൻ പ്രാപിക്കാൻ. പക്ഷെ മനുഷ്യന് സാധിച്ചില്ല. ബലഹീനതകൾ കൊണ്ട് മനുഷ്യന് ജീവൻ പ്രാപിക്കുക എന്ന പ്രധാനപ്പെട്ട കൽപ്പനകളുടെ ഉദ്ദേശത്തിലേക്ക് മനുഷ്യൻ എത്താൻ സാധിക്കാതെ പോയി. അതൊരു വലിയ പരാജയമായിരുന്നു മനുഷ്യൻ. അങ്ങനെ പരാജയപ്പെട്ടു പോയ മനുഷ്യന്റെ ജീവിതത്തിൽ കർത്താവ് കടന്നു വരിക. യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്, പിതാവ് ദൈവം തന്നെ, ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതായത് ആത്മാവാകുന്ന ദൈവം. പഴയ നിയമത്തിൽ പലയിടത്തും യേശുവിനെ കുറിച്ച് പറയുന്നത് ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനെന്ന് പുതിയ നിയമത്തിൽ പറയുമ്പോൾ, പഴയ നിയമത്തിൽ നമ്മൾ ദൈവത്തെ അങ്ങനെയാണ് കാണുന്നത്. ദൈവത്തെ ആരെങ്കിലും ഒരാൾ കണ്ടു കഴിഞ്ഞാൽ മരിച്ചു പോകും ഭയമായിരുന്നു. മോശ ദൈവത്തിന്റെ മഹത്വം കാണാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ഇല്ല, എന്റെ മഹത്വം കണ്ടിട്ട് ഒരാൾക്ക് ജീവനോടിരിക്കുന്നത് ഇമ്പോസിബിൾ. 40 ദിവസം ദൈവസന്നിധിയിൽ സീനായ് മലയിൽ ഇരുന്ന ദൈവത്തോട് ഒരു സ്നേഹിതനോട് സംസാരിച്ചതുപോലെ സംസാരിച്ചു എന്നാണ് വചനത്തിൽ എഴുതി. അങ്ങനെ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ 40 ദിവസം നിരന്തരമായി കൂട്ടായ്മയിലായിരുന്ന മോശയ്ക്ക് ഒരു ആവശ്യം, എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണാം. അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ്, എന്റെ മുഖം കണ്ടിട്ട് ഒരു മനുഷ്യന് ജീവനോടിരിക്കാൻ സാധ്യമല്ല. അത്രത്തോളം വിശുദ്ധിയുടെ മകുടമായിട്ടാണ് കർത്താവിനെ നമ്മൾ അവിടെ കാണുന്നത്. അങ്ങനെ ഇരിക്കുന്നവനായ ദൈവം, അങ്ങനെ മറവിൽ വസിക്കുന്നവനായ ദൈവം. ശാലോമോൻ ചില സ്ഥലത്ത് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, കൂരിരുട്ടിൽ വസിക്കുന്നവൻ. അത് ഈ കൂരിരുട്ടെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധിക്കാണല്ലോ നമ്മൾ ഈ വാക്കുകളൊക്കെ മനസ്സിലാക്കുന്നത്. കൂരിരുട്ട് എന്ന് പറഞ്ഞാൽ ഇന്നതാണ് സംഭവം. നമുക്കൊരു ഐഡിയ ഉണ്ട്, അതിനകത്താണ് കൂരിരുട്ടിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ശരിക്കും കൂരിരുട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇത് നമ്മുടെ കണ്ണിന് കാണുവാൻ സാധിക്കുന്ന ഹയർ ലെവലും ഉണ്ട്, ലോവർ ലെവലും. ഒരു പരിധിക്ക് താഴെ ആയാൽ നമ്മുടെ കണ്ണിന് കാണാൻ സാധിക്കും, ഒരു പരിധിക്ക് മുകളിലായാലും നമ്മുടെ കണ്ണിനത് സഹിക്കാൻ പറ്റും. വെളിച്ചം വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുൻപിലെ വസ്തുക്കളുടെ വ്യക്തമായി നമുക്ക് കാണാൻ സാധ്യമാണ്, അല്ലേ? ചെറിയ വെളിച്ചത്തിൽ നമുക്കൊരു വസ്തുവിനെ ഒരു അല്പം നല്ല വെളിച്ചമുള്ളപ്പോഴാണെങ്കിൽ ഒരല്പം ദൂരെ ഇരിക്കുന്ന വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും, കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം. പക്ഷെ പ്രകാശം കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ വസ്തുവിനെ കാണാനോ തിരിച്ചറിയാനോ സാധ്യം. അതുപോലെ തന്നെയാണ് തീവ്രമായ പ്രകാശമുള്ളിടത്ത്, വളരെ ശക്തമേറിയ പ്രകാശമുള്ള സ്ഥലത്ത് നമുക്ക് കാര്യങ്ങൾ അവ്യക്തമാണ്. നിങ്ങൾക്കത് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നമ്മൾ ചിലപ്പോഴൊക്കെ സൂര്യപ്രകാശം അല്ലെങ്കിൽ ചില റിഫ്ലക്ഷൻ നമ്മുടെ മുഖത്തേക്ക് അടിക്കും, നമ്മുടെ കണ്ണിലേക്ക് വരും, നമ്മൾ അതിനെ മറച്ച് കാണാറുണ്ട്, അല്ലേ? നമ്മൾ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കാനായിട്ട്. കാരണം ചില വശങ്ങളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിലേക്ക് പതിയുന്ന നമ്മുടെ കണ്ണിന് താങ്ങാവുന്നതിലധികമായ പ്രകാശവും നമുക്ക് അന്ധതയുണ്ട്. അപ്പൊ ഈ അന്ധകാരത്തിൽ വസിക്കുന്നവൻ എന്ന് പറയുന്നതും ആരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ എന്ന് പറയുന്ന രണ്ടുമാണ്. അപ്പൊ അവിടെ കർത്താവ് വസിക്കുന്ന വെളിച്ചം മനുഷ്യന് വ്യക്തമായി കണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത തീവ്രമായ പ്രകാശത്തിൽ വസിക്കുന്നവനാണ്. മനുഷ്യന്റെ കാഴ്ചയുടെ പരിമിതികൾ, നമ്മളിപ്പോ ചിന്തിച്ച പോലെ തന്നെ മനുഷ്യന്റെ കാഴ്ചയുടെ പരിമിതികളുണ്ട്. അതായത് അത്രയും ശക്തമേറിയ വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്.
ആ തീവ്രമായ പ്രകാശത്തിൽ വസിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അതിനെ അന്ധകാരത്തിൽ വസിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ആ അന്ധകാരം എന്ന വാക്കിനെ ശരിയായ അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ അർത്ഥം അതല്ലല്ലോ, ഇതാണല്ലോ എന്ന് മനസ്സിലാക്കും. അന്ധകാരം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയാത്ത പ്രകാശത്തിൽ വസിക്കുന്നവൻ, നമുക്ക് കാണാൻ സാധിക്കാവുന്നതിനേക്കാളും തീവ്രമായ വെളിച്ചത്തിൽ വസിക്കുന്നു. തീവ്രമായ വെളിച്ചത്തിൽ വസിക്കുന്നു ആ ദൈവം. അതായത് മനുഷ്യൻ അടുത്തു പോകാൻ ഭയന്നു നിന്നവനായ ദൈവം. ഒരിക്കലും നമുക്കറിയാം, ദൈവജനത്തിൽ കാണുന്നുണ്ട്, ദൈവജനത്തോട് ദൈവം സംസാരിക്കാം. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന, അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ദൈവജനം കൽപ്പനകളിൽ ലഭിക്കുന്ന ആ സമയത്ത് ദൈവം അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഇടിമുഴക്കവും പുകയും ഒക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞില്ല, ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട, മോശ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. ദൈവവും മോശം തമ്മിൽ സംസാരിച്ചിട്ട് മോശ ഞങ്ങളോട് സംസാരിച്ചാൽ മതി എന്ന് പറയത്തക്കവണ്ണം അവര് ഭയന്നു. നമുക്കറിയാം, ദേവാലയത്തിൽ ദൈവമഹത്വം ഇറങ്ങിയപ്പോൾ ശുശ്രൂഷകർക്ക് നിൽക്കാൻ പറ്റിയില്ല, മോശയ്ക്ക് നിൽക്കാൻ പറ്റിയില്ല, പുരോഹിതന്മാർക്ക് നിൽക്കാൻ പറ്റില്ല. അത്രത്തോളം തീവ്രമായ ദൈവസാന്നിധ്യത്തിന് മുമ്പിൽ ആർക്കും നിൽക്കാൻ കഴിയാത്ത വണ്ണമുള്ള അത്ര വളരെ ശക്തമേറിയ ദൈവ സാന്നിധ്യത്തെ മനുഷ്യന് താങ്ങാവുന്നത്, ഉൾക്കൊള്ളാവുന്നതിൽ അപ്പുറം അങ്ങനെയുള്ളവനായ ദൈവത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് മനുഷ്യനായി, സാധാരണ മനുഷ്യനായിട്ട് ഇറങ്ങും. അവൻ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി. ഒരു മനുഷ്യനെ പോലെ തന്നെ, ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെ നമ്മൾ കർത്താവിനെ കാണുന്നു. അതായത് യേശുവിന് വിശന്നു, ദാഹിച്ചു, ഉറങ്ങിയെന്ന് നമ്മൾ കാണുന്നു. യേശു ചിരിച്ചു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു കരഞ്ഞു എന്ന് കാണുന്നു. അപ്പോൾ ഇതിലെല്ലാം ഒരു മനുഷ്യനെ പോലെ തന്നെ, ഒരു സാധാരണ മനുഷ്യന്റെ എല്ലാ സ്വഭാവ ഗണങ്ങളോടുകൂടെ, സ്വഭാവത്തോടുകൂടെ കർത്താവ് ഇറങ്ങി. അങ്ങനെ ആ ഒരു സാധാരണ മനുഷ്യന്റെ നേച്ചറോടുകൂടെ ഇറങ്ങി വന്നവനായ യേശു കർത്താവ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം, ഞാൻ വന്നത് അവയ്ക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. ഇപ്പൊ യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ ഉദ്ദേശം അവിടെ യേശു പറയുന്നത്, ഞാൻ വന്നത് അവയ്ക്ക് ജീവൻ ഉണ്ടാകുവാൻ. ആർക്കാ? വിശ്വസിക്കുന്നവർക്ക്, എൻ്റെ ആടുകൾക്ക്. ഈ 10-ാം അധ്യായത്തിൽ യേശു പറയുന്നത്, ഞാൻ ആടുകളുടെ നല്ല ഇടയനാണ്, ഞാൻ ആടുകളുടെ വാതിലാണ് എന്നൊക്കെ യേശു തന്നെ പരിചയപ്പെടുത്തുന്ന അധ്യായമാണ് ഈ 10-ാം അധ്യായം. ആ 10-ാം അധ്യായത്തിൽ യേശു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി ഉണ്ടാകുവാനും. കാരണം ആദാം പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു പോയത് ജീവൻ. അപ്പൊ അവിടെ ജീവൻ എന്ന് പറയുമ്പോൾ നമ്മള് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക്, ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, ശരീരത്തിൽ നിന്ന് പ്രാണൻ നഷ്ടപ്പെട്ടു പോയതല്ല, ആത്മാവും സോളും തമ്മിൽ സെപ്പറേറ്റ് ആയതാണ് മരണം. ആ മരണം അവിടെ സംഭവിച്ചു. അങ്ങനെ മരിച്ചവനായ ആദമിന് പിന്നീട് ജീവൻ പ്രാപിക്കാൻ, ആദാമിന്റെ തലമുറയ്ക്ക് ജീവൻ പ്രാപിക്കാൻ സാധിച്ചത്. അപ്പൊ അവർക്ക് കർത്താവ് കൊടുത്തതാണ് ഇത് ചെയ്ത് കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ. എന്നാൽ യേശു പറഞ്ഞത്, നിങ്ങൾ ഇനി പ്രവർത്തിച്ചല്ല ജീവൻ പ്രാപിക്കുന്നത്, എന്നിൽ വിശ്വസിച്ച് ജീവൻ പ്രാപിക്കാം, ജീവന്റെ സമൃദ്ധി ഉണ്ടാകും. അപ്പൊ അതായത് പാപം ചെയ്തപ്പോൾ ആദാമിന് നഷ്ടപ്പെട്ടത് എന്താണ്? അതുവരെയും ആദാമിനെ സംബന്ധിച്ചിടത്തോളം വേർപ്പ് അല്ലെങ്കിൽ അധ്വാനം എന്ന് പറയുന്നതില്ല. കൂട്ടത്തില് ജോലികളൊക്കെ ചെയ്യണം, അത് വലിയ കഠിനാധ്വാനമൊന്നുമല്ല. ചിന്തിച്ചു നോക്കുക, ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമുണ്ട് അവിടെ ഉണ്ട്. ഇവർക്ക് താമസിക്കാനായിട്ട് വീട് വേണം, മഴ പെയ്യുന്നില്ല. കാരണം അവിടെ നമ്മൾ കാണുന്നത് നിലത്ത് നിന്ന് മഞ്ഞു പൊങ്ങി ഭൂമിയെ നനച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള ഒരു ഭൂപ്രകൃതി, ഭൂമി, ആ ഒരു അന്തരീക്ഷം നിൽക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു വീട് പണിയേണ്ട കാര്യമില്ല. അപ്പോഴവിടെ അവർക്ക് യാതൊരു വിധത്തിലുള്ള അധ്വാനവും ഇല്ലാത്തൊരവസ്ഥയിലാണ് ആദാമായിരുന്നത്. എന്നാൽ പാപം ചെയ്തപ്പോൾ ആദാമിനെ പുറത്താക്കുന്നതിനോട് ചേർന്ന് പറയുന്നത് എങ്ങനെയാണ്? തന്നെ എടുത്ത നിലത്ത് കൃഷി ചെയ്യുവാനായിട്ട് ആദാമിനെ പുറത്താക്കി. അപ്പൊ ആ ദൈവത്തിന്റെ കൂട്ടായ്മ ആദാമിന് നഷ്ടപ്പെട്ടപ്പോ കൂട്ടായ്മയായിരുന്നു പ്രാധാന്യം. കൂട്ടായ്മ, ആ ഒരു ദൈവത്തോടുള്ള അനുസരണം, ദൈവത്തോടുള്ള കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ
അനന്തരഫലങ്ങളായിരുന്നു എന്താണ്? നല്ല ഭക്ഷണം, ആഹാരം, വസ്ത്രം, മഹത്വമാകുന്ന വസ്ത്രം, നല്ല കാലാവസ്ഥ, സ്വസ്ഥത, സമാധാനം, ഇതെല്ലാം ആ കൂട്ടായ്മയുടെ പരിണിത ഫലങ്ങളാണ്. എന്നാൽ ആദമിൽ സംഭവിച്ച കാര്യം എന്താണ്? ഈ പാപം ചെയ്തപ്പോൾ കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു. അപ്പം ശരിക്കും നമ്മൾ ചിന്തിച്ചാൽ ആദമിന്റെ സമൃദ്ധി എന്ന് പറയുന്നത് ഭക്ഷണമോ മഹത്വകരമായ വസ്ത്രമോ നല്ല, അതായത് മഴയും ചൂടുമല്ലാത്ത, ചൂടും തണുപ്പുമല്ലാത്ത നല്ല ക്ലൈമറ്റും ഇതൊന്നുമല്ല. ആദാമിന്റെ സമൃദ്ധി എന്ന് പറയുന്നത് ദൈവത്തോടുണ്ടായിരുന്ന കൂട്ടായ്മ. ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പോഴാണ് മറ്റുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമൃദ്ധി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഉടനെ പണം എന്ന നിലയിൽ മാത്രം കരുതരുത്. അവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. സമൃദ്ധി എന്ന് പറയുന്നത് പണം എന്നതിനേക്കാൾ എത്രയോ അപ്പുറമാണ്. പണം എന്ന് പറയുന്നത് സമൃദ്ധി എന്ന വാക്കിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇപ്പൊ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ സമൃദ്ധിയുടെ കാരണം പണമാണ് എന്ന് ചിന്തിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ സമൃദ്ധിയെ തെറ്റിദ്ധരിക്കുന്നത്. സമൃദ്ധിയുടെ സുവിശേഷം, പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ സുവിശേഷം റിച്ച്, അത് പണം കൊണ്ടല്ല റിച്ച്. നമുക്കറിയാം ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ നമ്മൾ പറയും റിച്ച് ഫ്ലേവറാണ്. ചിലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് റിച്ച് കളറാണ്. ഒരു വസ്ത്രം, നല്ല കളറുള്ള വസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ അത് നല്ല റിച്ച് കളറാണ്. ആ കളർ നല്ല റിച്ച് കളറാണ്. ചില കാര്യങ്ങൾ നമ്മളെ ചില പുസ്തകങ്ങളുടെ കണ്ടന്റ് വായിച്ച് നല്ല റിച്ച് കണ്ടന്റ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ആ റിച്ച് എന്ന് പറഞ്ഞ ഒരിക്കലും പണത്തോട് ബന്ധപ്പെടുത്തിയല്ല നമ്മൾ പറയും. ആ റിച്ച് എന്ന വാക്ക് യൂസ് ചെയ്യുന്ന അതിന്റെ ബെസ്റ്റ്, അതിന്റെ ക്വാളിറ്റിയെ പറയാനായിട്ടാണ് നമ്മൾ പലപ്പോഴും റിച്ച് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സമൃദ്ധി എന്ന് പറയുന്നത്, പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പണത്തോട് ചേർത്ത് ചിന്തിക്കരുത്. അതിനെല്ലാം വളരെ അതീതമാണ് സമൃദ്ധി എന്ന്. അപ്പൊ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അബ്രഹാമിനെ കുറിച്ച് ചിന്തിച്ചു. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തില് അബ്രഹാം കർത്താവിനെ അറിഞ്ഞ് കർത്താവിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി വരുമ്പോൾ വന്ന കാലത്ത് തന്നെ അബ്രഹാം സമ്പന്നനായി. അങ്ങനെ തന്നെ നമ്മൾ വചനത്തിൽ കാണുന്നത്. എന്നാൽ വചനത്തിൽ കാണുന്ന ദൈവം അവനെ വലിയവനാക്കി. എന്നാൽ തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇസഹാക്കിനെ കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 26 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. അബ്രഹാമിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ക്ഷാമം ഉണ്ടായി ഇസഹാക്കിന്. അതിന്റെ 26 അധ്യായത്തിന്റെ 12 വാക്യം, ഇസഹാക്ക് ആ ദേശത്ത് വിധിച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ച് മഹാധനവാനായി. അപ്പൊ ഇവിടെ നമുക്ക് ഇസഹാക്കിനെ കുറിച്ച് കാണാൻ സാധിക്കുന്നത്, ഇസഹാക്ക് ക്ഷാമകാലത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി. അതവന്റെ വിതച്ചു, അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമാണ് അവന് ഫലം കിട്ടിയതെന്ന് നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കിയേക്കാം. പക്ഷെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ചെറിയൊരു കാര്യം തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ആ ദേശത്ത് മഴയില്ല, ക്ഷാമമാണ്, വരൾച്ചയുള്ള കാലം. അപ്പോഴവിടെ അവന്റെ വിളവിന് കാരണം വിതച്ചതല്ല, വിശ്വാസം. അല്ലെങ്കിൽ ഞാനിതിനെ എങ്ങനെ പറയാം, അബ്രഹാമിന്റെ മേൽ ദൈവം നൽകിയിരുന്ന വാഗ്ദത്തവും അബ്രഹാം നിമിത്തം ഇസഹാക്കിനോട് ദൈവം ചെയ്തിരുന്ന ഉടമ്പടിയാണ് ആ 100% വരുന്ന വിളവിന് കാരണമായി തീർന്നത്, കൊയ്ത്തിന് കാരണമായി തീർന്നത്. എന്നാൽ നമുക്ക് തുടർന്ന് കാണാൻ സാധിക്കുന്ന, യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ച് മഹാധനവാനാക്കി. അപ്പൊ അവിടെ നമുക്ക് ഇസഹാക്കിന്റെ വർധനവിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ 2 ഘടകങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഒന്ന്, ദൈവത്തിൽ വിശ്വസിച്ച് ഇസഹാക്ക് സമൃദ്ധിയുള്ള ദേശം തേടി സമൃദ്ധിയുള്ള ദേശത്തേക്ക് ഓടിപ്പോകാൻ തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു, നീ പോകരുത്. അങ്ങനെ പോകരുതെന്ന് കർത്താവ് പറഞ്ഞതിന്റെ കാരണം കൊണ്ട്, പോകരുതെന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് ഇസഹാക്ക് പോയില്ല. കാരണം ഇസഹാക്ക് ദൈവത്തിൽ വിശ്വസിച്ചു.
അങ്ങനെ പോകാതിരിക്കുക മാത്രമല്ല, ആ ക്ഷാമകാലത്ത് വിതയ്ക്കുകയും ചെയ്യും. നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്, 100 മേനി കൊടുത്തു. അതിനോട് തുടർന്ന് നമ്മൾ വായിക്കുന്ന ഒരു കാര്യം ഇതാണ്, അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി. അപ്പൊ അവിടെ നമ്മുടെ ഇസഹാക്കിന്റെ ജീവിതത്തിലെ വർധനവിന്റെ കാരണം കഠിനാധ്വാനമോ സമർപ്പണമോ ഒന്നുമല്ല. ഇസഹാക്കിന്റെ ജീവിതത്തിലെ വർധനവിന്റെ അടിസ്ഥാന കാരണമായിട്ട് പറയുന്നത് അവൻ കർത്താവിൽ വിശ്വസിച്ചത്. എന്നാൽ പിന്നത്തതിൽ അവന്റെ വർധനവിന് കാരണമായിട്ട് പറയുന്നത് കർത്താവ് അവനെ അനുഗ്രഹിച്ചത് കൊണ്ട് അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവനായി. സോ വണ്ടർഫുൾ. എത്ര മനോഹരമായ കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഇവിടെ വേറെ ഒരു നിബന്ധനകളും കർത്താവിൽ വിശ്വസിക്കും. അപ്പൊ അവിടെ ഇസഹാക്കിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമൃദ്ധി എന്താണെന്ന് അറിയാം. ദൈവത്തെ അനുസരിക്കുന്ന ഒരു മനസ്സ്, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു മനസ്സ്. അതായത് നമുക്ക് ഇസഹാക്കിലെ നമ്മൾ കാണുമ്പോൾ ഇസഹാക്ക് അവിടെ നമുക്ക് അതിന്റെ 26-ാം അധ്യായത്തില് 2-ാം വാക്യം, യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്. കർത്താവ് പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞു, പോയില്ല. അപ്പൊ ആ വാക്ക് അനുസരിക്കാനായിട്ട് ഇസഹാക്കിനെ സഹായിച്ചത് എന്താണ്? ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസം. അപ്പൊ നമ്മൾ പ്രോസ്പർ ആവുക എന്ന് പറഞ്ഞാൽ അവന്റെ ആ വിതച്ച വിളവുകൾക്കെല്ലാം സമൃദ്ധമായ കൊയ്ത്തുണ്ടാകാനുണ്ടായ കാരണം ഇസഹാക്ക് കർത്താവിനെ അനുസരിക്കാനും കർത്താവിനെ വിശ്വസിക്കാനും അവന് ഉണ്ടായിരുന്ന ഹൃദയം. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമൃദ്ധി എന്താണെന്ന്? പണമല്ല. നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടാകും. നല്ലപോലെ സമ്പന്നരായിരുന്ന പലരും പിന്നത്തതിൽ വലിയ സാമ്പത്തികമായിട്ടുള്ള വിപത്തിൽ ചെന്നുപെടുന്ന കാണാൻ സാധിക്കും. വലിയ ദാരിദ്ര്യത്തിൽ ജീവിച്ച പലരും പിന്നത്തതിൽ സമൃദ്ധിയുടെ ഉന്നതിയിലെത്തുന്നത് കാണാൻ സാധിക്കും. കഠിനാധ്വാനം കൊണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായത്താലോ ഒക്കെ പലരും നന്നാകുന്നതായിട്ട്, സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി പ്രാപിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നാളും, ഇത് 100% ഉറപ്പോടെ ഞാൻ പറയുന്ന കാര്യമാണ്, ഒരു നാളും നിങ്ങൾ നശിച്ചു പോകരുത്. ഒരു നാളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ഒരു നന്മയ്ക്കും കുറവ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഈ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ, ഈ വാക്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും എഴുതി ഉറപ്പിക്കുന്ന കാര്യം, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അത് പറഞ്ഞു നിങ്ങൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, എന്റെ സമൃദ്ധി എന്ന് പറയുന്നത് പണമല്ല, എന്റെ സമൃദ്ധി എന്റെ ദൈവമാണ് എന്റെ സമൃദ്ധി എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ദാരിദ്ര്യം ഉണ്ടാവില്ല. കാരണം ദൈവം എല്ലായ്പ്പോഴും കൂടട്ടെ. ഈ പണമുള്ളവൻ സമ്പന്നൻ, പണമില്ലാത്തവൻ ദരിദ്രൻ എന്ന് ലോകം മനസ്സിലാക്കി വെച്ചിരിക്കുമ്പോൾ, നമ്മൾ ആത്മീയമായിട്ടൊന്ന് മനസ്സിലാക്കിയ ദൈവത്തോട് കൂടെ വസിക്കുകയും ദൈവത്തെ മനസ്സിലാക്കുകയും ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ ജീവിക്കുകയും ചെയ്യുന്നവൻ ധനവാൻ, സമ്പന്നൻ. ദൈവമില്ലാത്തവനാണ് ദരിദ്രൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവം എന്റെ കൂടെ ഉണ്ട്. അപ്പൊ എന്റെ സമൃദ്ധിയുടെ അടിസ്ഥാനം എന്താ? പണമല്ല, ഗോഡ്സ് പ്രസൻസ്. അപ്പൊ ഇസഹാക്കിന്റെ ജീവിതത്തിനകത്ത് സാഹചര്യത്തെ മാറ്റിമറിച്ചതാണ്. ഇസഹാക്കിന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തെ മാറ്റിമറിച്ചതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നിങ്ങൾ സമൃദ്ധിയിൽ വാഴാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവിൽ വാഴുക. സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു മാറാത്ത കാര്യമായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ കർത്താവിൽ വാഴുക, കർത്താവിനെ വിശ്വസിക്കുക, കർത്താവിനെ അനുസരിക്കുക, ക്രിസ്തുവിൽ ജീവിക്കുക. ഇവിടെ ഈ എപ്പിസോഡ് ഈ ഒരു കാര്യം, സമൃദ്ധി, അതായത് പ്രോസ്പെറിറ്റി ആൻഡ് പ്രൊവിഷൻ, ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചില എപ്പിസോഡുകൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ചിന്തിക്കുക. ഇതൊരു പഠനം കൂടെ ആയതുകൊണ്ട് നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് വാച്ച് ചെയ്യാനായിട്ട് നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും. സമൃദ്ധി എന്ന് പറയുന്നത് ഒരിക്കലും പണം എന്ന് പറയുന്ന
വസ്തുവിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതാണ് പണം എന്ന കാഴ്ചപ്പാടിൽ നിങ്ങൾ നിൽക്കരുത്, സമൃദ്ധി എന്ന കാഴ്ചപ്പാടിൽ നിൽക്കരുത്. പണമല്ല സമൃദ്ധി. പണം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ സമൃദ്ധിയിലല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യും. എന്നാൽ പണം ഉള്ളത് കൊണ്ട് നിങ്ങൾ സമൃദ്ധിയിലാണെന്ന് നിങ്ങൾ ചിന്തിക്കും. സമൃദ്ധി ഉണ്ടോ, അവിടെ എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ഈ സമൃദ്ധി എന്ന് പറയുന്നത് ഒരിക്കലും പുറമെയുള്ള പ്രൊവിഷൻ അല്ല, അകമേ അനുഭവിക്കുന്ന അനുഭവമാണ്, അകമേ അനുഭവിക്കുന്ന ആത്മീക സന്തോഷമാണ് സമൃദ്ധി. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഏതൊക്കെ വഴിയിൽ കൂടെ മുന്നോട്ട് പോകും, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് പറഞ്ഞ് ഉറപ്പിക്കണം, ഞാൻ ദൈവത്തിൽ, ഞാൻ കർത്താവിലാണ്, ഒരു നന്മയ്ക്കും എനിക്ക് കുറവ് വരുത്തില്ല, ഒരു നന്മയ്ക്കും കുറവ് വരുത്തില്ല. പുറമെയുള്ള പ്രൊവിഷനെ കണ്ട് നിങ്ങൾ സമൃദ്ധിയിലാണ് എന്ന് തെറ്റിദ്ധരിക്കാതെ അകമെയുള്ള സന്തോഷം കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, യു ആർ ഇൻ പ്രോസ്പെറിറ്റി, യു ആർ പ്രോസ്പർ. ആമേൻ. അത് നിങ്ങളുടെ ജീവിതത്തെ, ആ പ്രോസ്പെറിറ്റി നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്ത ജീവിതത്തിൽ ആ യഥാർത്ഥമായ സമൃദ്ധിയെ തിരിച്ചറിഞ്ഞ് ആ സമൃദ്ധിയിൽ വാഴുവാൻ, വളരുവാൻ, വർദ്ധിക്കുവാൻ പരിശുദ്ധാത്മാവെ ഒരു സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും ക്രിസ്തുവാണ് എൻ്റെ സമൃദ്ധി എന്നുള്ള തിരിച്ചറിവോടുകൂടി ജയിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. അവസ്ഥകളെ തരണം ചെയ്ത്, ദാരിദ്ര്യത്തെയും പ്രതികൂലങ്ങളെയും തെറ്റിദ്ധാരണകളെയും തരണം ചെയ്ത് കർത്താവിൽ ശക്തിയോട് കുതിപ്പാൻ സ്വർഗമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ പിതാവേ. കർത്താവെ, ആ സമൃദ്ധിക്ക് വിരോധമായി നിൽക്കുന്ന മാനസിക സംഘർഷങ്ങൾ, തെറ്റിദ്ധാരണകൾ, അറിവില്ലായ്മകൾ, കുറ്റബോധങ്ങൾ, നിരാശകൾ, അവിശ്വാസം, ഭയം, സംശയം സകലത് മാറിപ്പോ വലിയ ധൈര്യവും സ്വസ്ഥതയും കൊണ്ട് കർത്താവ് ഹൃദയങ്ങൾ നിറയ്ക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തുടർച്ചയായിട്ട് കുറേ എപ്പിസോഡുകൾ കൂടെ നമ്മൾ ഈ പ്രോസ്പെറിറ്റി ആൻഡ് പ്രൊവിഷൻ ഇതിനോട് ചേർന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് കാണുക. നിശ്ചയമായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രയോജനപ്പെടുമെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്കും അത് പ്രയോജനകരമായി തീരും. നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. അതൊരു ശുശ്രൂഷയായിട്ട് തന്നെ നിങ്ങൾ കാണും. സദ്വർത്തമാനം അറിയിക്കുന്ന ആളുടെ സുവിശേഷം അറിയിക്കാൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും സാക്ഷ്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിലും അതുപോലെ തന്നെ നമ്പറിൽ വിളിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങളും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അത് അന്യോന്യം ഒരുമിച്ച് പരിശുദ്ധാത്മ വളരുവാൻ അത് മുഖാന്തരമായി തീരും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.